യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ഇന്ന് ഒക്ടോബർ 4 വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാളാണ്. എങ്കിൽ എല്ലാ മക്കൾക്കും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവ്വം നേരുകയാണ്. ഫ്രാൻസിസ് അസീസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഫ്രാൻസിസിൻ്റെ ദാരിദ്ര്യം, വിനയം, ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളോടുള്ള സ്നേഹം എന്നിവയിലൂടെ ക്രിസ്തുവിനെ പൂർണ്ണമായും അനുഗ്രഹിച്ചു. സുവിശേഷാത്മക ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിച്ചു. അങ്ങനെ ഈ ഒരു ചിന്താഗതിയിൽ ഫ്രാൻസിസ് സഭ സ്ഥാപിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ആത്മീയതയുടെ ജീവിക്കുന്ന സാക്ഷിയായി ഫ്രാൻസിസ് വർത്തിക്കുന്നു. ഭൗതിക സമ്പത്തിൽ നിന്നുള്ള പൂർണ്ണമായൊരു വിടുതല്, ഒപ്പം ദൈവത്തോടും മനുഷ്യരോടുമുള്ള ആഴമായ നിസ്വാർത്ഥമായ ഒരു ഭക്തി, അതിൽ നിന്നും ഫ്രാൻസിസിനുണ്ടായ ഒരു ആത്മീയ സന്തോഷം, ഒരു സ്വാതന്ത്ര്യം, അതാണ് ഫ്രാൻസിസിൻ്റെ പ്രത്യേകതയായി നാം കാണുന്നത്. എങ്കിൽ പ്രിയമുള്ളവരെ, രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന ഈ മഹാവിശുദ്ധൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ആ വിശുദ്ധനെ പോലെ തമ്പുരാനെ അടുത്ത് അനുകരിക്കുവാൻ നമുക്ക് ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇന്ന് നാം ഈ വാഗ്ദത്ത കൂടാരത്തിലേക്ക് സമർപ്പിക്കേണ്ടത് ഫ്രാൻസിസിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അടുത്ത് അനുകരിക്കുവാൻ ഫ്രാൻസിസ് മറ്റൊരു ക്രിസ്തുവായി മാറിയതുപോലെ നമുക്കും മാറുവാൻ സാധിക്കണം. തടസ്സം നിൽക്കുന്ന എല്ലാ ബലഹീനതകളും, എല്ലാ തകർച്ചകളും, എല്ലാ പാപങ്ങളും ഈ വാഗ്ദത്ത പെട്ടകത്തെ സമർപ്പിക്കാം. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. സ്വർഗത്തിലിരുന്നു കൊണ്ട് ഫ്രാൻസിസ് അസീസി നമുക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വരാശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശംശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു.